നമസ്കാരം. പ്രധാന വാർത്തകൾ. അധികൃതരുടെ പീഡനത്തിനെതിരെ ടിപ്പർ ജെസിബികൾ പണിമുടക്കി. പുതിയ മാർക്കറ്റ് നിർമ്മാണം, വ്യാപാരികളെ ഒഴിപ്പിക്കുന്നതിനെതിരെ SDPI മാർച്ച് നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറി ഗാന്ധി ജയന്തി വാരം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. അധികൃതരുടെ പീഡനത്തിനെതിരെ ടിപ്പർ ജെസിബികൾ പണിമുടക്കി. അന്യായ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ ടിപ്പർ ജെസിബി ഉടമകളും തൊഴിലാളികളും തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സംഘടിപ്പിച്ചിട്ടുള്ള മാർച്ച് പ്രതിഷേധത്തിന്റെ ആഘോഷത്തിൽ കടന്നുവരികയും മങ്ങാട്ടുകാവ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച സിവിൽ സ്റ്റേഷൻ മാർച്ച് തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ എത്തിച്ചേരുമ്പോൾ മാർച്ചിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കൾ ശ്രീ NI സഖാവ് PP ജോയി, ശ്രീ TS രാജ, ശ്രീ സുബൈർ മുഹമ്മദ്, അഡ്വക്കേറ്റ് ജോസ്, JCB ടിപ്പർ തൊഴിലാളികളും ഓണേഴ്സും പങ്കെടുക്കുന്ന പ്രതിഷേധത്തിന്റെ അലമാലകൾ ഉയർത്തിക്കൊണ്ടുള്ള സിവിൽ സ്റ്റേഷൻ മാർച്ച് മാർച്ചിന്റെ ഭാഗമായി നടന്ന ധർണ INTUC നേതാവ് NI ബെന്നി ഉദ്ഘാടനം ചെയ്തു. വിവിധ തൊഴിലാളി യൂണിയൻ നേതാക്കൾ പ്രസംഗിച്ചു. നിങ്ങൾക്കറിയാം, ഒരു താലൂക്ക് ഓഫീസിൽ, ഒരു വില്ലേജ് ഓഫീസിൽ കടന്നു ചെന്നുകൊണ്ട് ഒരു കാര്യം നടത്തുവാൻ ഒരു ജാതി സർട്ടിഫിക്കറ്റിന്റെ പേരിൽ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റിന്റെ പേരിൽ കയറിയിറങ്ങുന്ന പാവപ്പെട്ട ജനതയ്ക്കറിയാം ഒരു വില്ലേജ് ഓഫീസിൽ എന്ത് നടക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എല്ലാ വില്ലേജ് ഉദ്യോഗസ്ഥന്മാരെയും വില്ലേജ് ഓഫീസർമാരെയും ആക്ഷേപിച്ചു പറയുന്നതിന് വേണ്ടി പറയുന്നതല്ല. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നില്ല. 8 ആവശ്യങ്ങൾ, ആ 8 കാര്യങ്ങൾ അത് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്നാണ്. ഒരു മണ്ണ് എടുക്കുന്നവന്റെ അനുകൂലിക്കണം, മണ്ണ് അയൽക്കാരനോട് ചോദിക്കണം, അയൽക്കാരന്റെ വീട്ടിൽ പശുവിനെ കെട്ടിയിട്ടുണ്ട്, പശു കെട്ടി മാറ്റുന്നതിനെ കുറിച്ചുള്ള അനുവാദം ചോദിക്കണം എന്നുള്ള രീതിയിൽ അശാസ്ത്രീയമായ കാര്യങ്ങളാണ് സബ് കളക്ടർ ഇതിനുവേണ്ടി ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു ഉത്തരവിറക്കുവാൻ സബ് കളക്ടർക്ക് അവകാശമില്ല. കാരണം ജൂൺ മാസം 15-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 2019 ജൂൺ 15 ഒരു ഉത്തരവ് ഞങ്ങളുടെ കൈവശമുണ്ട്. ആ ഉത്തരവ് പ്രകാരം മണലും മണ്ണും കടത്തിക്കൊണ്ടു പോകുന്ന റോഡ് സൈഡ് വിടുന്ന് തടഞ്ഞിടുവാൻ പാടില്ല എന്നുള്ള ഉത്തരവുണ്ട്. ഞങ്ങളിത് വെറുതെ വിടുന്നതിന് ഉദ്ദേശിക്കുന്നില്ല. കോടതി ആ ലക്ഷ്യത്തിന് ഇത്തരം ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ബദൽ സംവിധാനം ഏർപ്പെടുത്താതെ തൊടുപുഴ പച്ചക്കറി മാർക്കറ്റിലെ വ്യാപാരികളെ ഒഴിപ്പിക്കുന്നതായി ആരോപിച്ച് SDPI മുനിസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തി. പുതിയ മാർക്കറ്റ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി 7 ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് മെയിൻ മാർക്കറ്റ് ഭാഗത്തെ വ്യാപാരികൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. നമുക്കറിയാം, ഏത് സംവിധാനം സർക്കാർ ഏർപ്പെടുത്തുമ്പോഴും എന്ത് വികസനം സംഘടിപ്പിക്കുമ്പോഴും അതൊന്നും തടയുന്ന പാർട്ടിയല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. നമ്മുടെ നാടിൽ വികസനം ഉണ്ടാവണം,
നമ്മുടെ നാട്ടിൽ ബഹുനില കെട്ടിടങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഇതെല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട, അതുമൂലം ഉപജീവനമാർഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ തെരുവിലേക്ക് അവരെ അനാഥമാക്കി ഇറക്കിവിടുന്ന ഒരു നെറികെട്ട സമീപനം തൊടുപുഴ നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സ്വീകരിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സമീപനം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഇവിടെ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ കോൺഗ്രസുകാരും ഇവിടുത്തെ ലീഗുകാരും ഇവിടുത്തെ BJP-ക്കാരും ഇവിടുത്തെ കേരള കോൺഗ്രസുകാരും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഇവിടുത്തെ കുത്തകകളെയും ഇവിടുത്തെ ചില സ്ഥാപിത താല്പര്യക്കാരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പരസ്പരം കൈകോർത്തുകൊണ്ട് തൊടുപുഴയിൽ ഒരേ തൂവൽ പക്ഷികളെ പോലെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വേറിട്ട ശബ്ദവുമായി കഴിഞ്ഞ 3 വർഷക്കാലമായി ശക്തമായ പ്രതിപക്ഷത്തിന്റെ കൃത്യനിർവഹണ രംഗത്ത് സജീവമായി ഇടപെടുന്ന ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഉത്തരവാദിത്ത ബോധമുള്ള, ഈ നാട്ടിലെ ജനങ്ങളുടെ ബാധ്യതയുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ഇത്തരം നെറുകേടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന്റെ തുടക്കം കുറിക്കുക മാത്രമാണ് ഇത്തരമൊരു പ്രതിഷേധ മാർച്ചിലൂടെ ഇന്നിവിടെ നമുക്ക് 1,61 ലക്ഷം രൂപ ചെലവിൽ മാർക്കറ്റ് നിർമ്മിക്കുന്നതിനാണ് വ്യാപാരികളെ ഒഴിപ്പിക്കുന്നത്. ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതായി മുനിസിപ്പൽ അധികൃതർ അറിയിച്ചു. ആധുനിക മാർക്കറ്റിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ നിലവിലുള്ള വ്യാപാരികൾക്ക് സ്റ്റാൾ നൽകും. ഇക്കാര്യങ്ങളെല്ലാം വ്യാപാരികളുമായി 6 മാസം മുമ്പ് ചർച്ച ചെയ്തിരുന്നതായും അവർ പറഞ്ഞു. ഗാന്ധി ജയന്തി വാരാഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായി മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മുതലക്കോടം ടൗൺ മുതൽ ലൈബ്രറി വരെയുള്ള റോഡ് ശുചീകരിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ സാജു പോൾ, ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാ രംഗത്തും ഈ ലൈബ്രറിയെ പറ്റി പറയുമ്പോൾ തൊടുപുഴയിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറിയാണ്. അത് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്ന കാര്യത്തിലും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ ബോധവൽക്കരണ ക്യാമ്പുകൾ നടത്തുവാനും അതുപോലെ തന്നെ മുഖ്യമായി പല ആശയവിനിമയങ്ങളൊക്കെ നടത്തുന്ന കാര്യത്തിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന ലൈബ്രറിയും അതിൻ്റെ ഭാരവാഹികളുമാണ് മുതലക്കോടത്ത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മണക്കാട് സഹകരണ ബാങ്കിന്റെ പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്ന പോസ്റ്റ് ഓഫീസ് ദേശസേവിനി വായനശാല മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. 50 വർഷമായി വാടക ഈടാക്കാതെയാണ് പോസ്റ്റ് ഓഫീസിന് ബാങ്ക് സ്ഥലം നൽകിയിരുന്നത്. പഴയ ബാങ്ക് കെട്ടിടം ജീർണാവസ്ഥയിലായപ്പോൾ വായനശാല മന്ദിരത്തിലേക്ക് സ്ഥാപനം മാറ്റുകയായിരുന്നു. ബാങ്ക് സൗജന്യമായി നൽകിയ സ്ഥലത്തുള്ള വായനശാലയ്ക്കും പോസ്റ്റ് ഓഫീസ് വാടക നൽകേണ്ടതില്ല. അരനൂറ്റാണ്ടിലധികമായി മണക്കാട് പ്രവർത്തിച്ചു വരുന്ന പോസ്റ്റ് ഓഫീസ് ഇവിടുത്തെ ദേശസേവനി വായനശാല പ്രവർത്തകരുടെ ശ്രമഫലമായി മണക്കാട് ടൗണിൽ തന്നെ നിലനിൽക്കുകയാണ്. മണക്കാട് സർവീസ് സഹകരണ ബാങ്ക് ലൈബ്രറിക്കായി വിട്ടു നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലെ ഒരു മുറി സൗജന്യമായി പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നതിന് വിട്ടു നൽകിയാണ് മാതൃകയായിരിക്കുന്നത്. ബാങ്കിൻ്റെ കെട്ടിടത്തിലായിരുന്നു ഇത്രയും കാലം പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ കെട്ടിടം ജീർണാവസ്ഥയിൽ ആയതിനെ തുടർന്ന് ബാങ്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചപ്പോൾ പോസ്റ്റ് ഓഫീസ് കൂടി പ്രവർത്തിക്കാൻ അനുമതി നൽകുകയായിരുന്നു. ബാങ്കിൻ്റെ ഗോവണിക്ക് കീഴെയുള്ള ചെറിയ മുറിയിൽ അസൗകര്യങ്ങൾക്ക് നടുവിലായിരുന്നു പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ആരംഭം മുതൽ വാടക വാങ്ങാതെയാണ് ബാങ്ക് അധികൃതർ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കാൻ മുറി വിട്ടു നൽകിയിരുന്നത്. തൊടുപുഴ രാമമംഗലം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ ദാനാധാരമായി 3 സെന്റ് സ്ഥലം വായനശാലയ്ക്ക് ബാങ്ക് വിട്ടു നൽകുകയുണ്ടായി. അസൗകര്യങ്ങൾക്ക് നടുവിൽ പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നതിന് വായനശാലയുടെ പുതിയ കെട്ടിടത്തിലെ ഒരു മുറി സൗജന്യമായി വിട്ടു നൽകാൻ ലൈബ്രറി അംഗങ്ങൾ യോഗം ചേർന്ന് തീരുമാനിക്കുകയും 1 ലക്ഷത്തോളം രൂപ ചെലവിൽ പോസ്റ്റ് ഓഫീസും വായനാമുറിയും പ്രവർത്തിക്കുന്നതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുകയായിരുന്നു. പ്രത്യേകമായ എന്തെങ്കിലും കരാർ പ്രകാരമല്ല മുറി വിട്ടു നൽകിയിരിക്കുന്നതെന്നും പോസ്റ്റ് ഓഫീസ് ഇവിടെ തന്നെ നിലനിൽക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും ലൈബ്രറി പ്രസിഡന്റ് PK സുകുമാരൻ പറഞ്ഞു. വായനശാല ഈ പോസ്റ്റ് ഓഫീസ് ഇങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടി ഒരു ശ്രമം ആരംഭിച്ചു. അതിനുവേണ്ടി ഒരു യോഗം വിളിച്ചു കൂട്ടി. അതിൽ വന്ന മുഴുവൻ ആളുകളും ഏത് കാരണവശാലും പോസ്റ്റ് ഓഫീസ് മണക്കാട് തന്നെ നിലനിർത്തണമെന്നും
അതിനാവശ്യമായ എല്ലാ സഹകരണവും ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വായനശാല പോസ്റ്റ് ഓഫീസിന് വേണ്ടി ഒരു മുറി പണിയുന്നതിനും അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനും തീരുമാനിച്ചു. നല്ലവരായ ആളുകളെ സമീപിക്കുകയും ഞങ്ങൾ സമീപിച്ച മുഴുവൻ ആളുകളും പൂർണ്ണ മനസ്സോടെ സഹകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 1,00,000-ൽ-അധികം രൂപ ചെലവ് ചെയ്ത് പോസ്റ്റ് ഓഫീസിന് ആവശ്യമായ സൗകര്യവും വായനശാലയ്ക്ക് ഒരു വായനാമുറിയും ഉണ്ടാക്കുകയുണ്ടായി. സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ട് മാത്രം ഏറ്റെടുത്ത ഒരു പരിപാടിയാണ്. ഈ പരിപാടിയുമായി സഹകരിച്ച മുഴുവൻ ആളുകളോടും വായനശാലയ്ക്കുള്ള നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പോസ്റ്റ് ഓഫീസ് മണക്കാട് തന്നെ നിലനിർത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യം ഉണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ പറയട്ടെ. പോസ്റ്റ് മാസ്റ്റർ അടക്കം 3 ജീവനക്കാരാണ് പോസ്റ്റ് ഓഫീസിലുള്ളത്. 18,500 പുസ്തകങ്ങളും 5,000 അംഗങ്ങളുമുള്ള ദേശസേവനി വായനശാല അധികൃതരുടെ തീരുമാനം സ്കൂളടക്കം നിരവധി സ്ഥാപനങ്ങളുള്ള മണക്കാട് വാസികൾക്ക് അനുഗ്രഹമായിരിക്കുകയാണ്. മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് നേടിയ മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകന് സ്വീകരണം. മണക്കാട് NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അധ്യാപകൻ G. സുനിൽകുമാറിനെ ആദരിച്ചത്. കരയോഗം പ്രസിഡന്റ് KP ജനാർദ്ദനൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന അനുമോദന യോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. നമ്മെ സംബന്ധിച്ചിടത്തോളം കാർഷിക രംഗത്ത് ഏറ്റവും മികവാർന്ന പ്രവർത്തനം നടത്തിയിരുന്നവരാണ് നായർ സമുദായം. നടന്മാരായി രാജ്യത്തെ രക്ഷിക്കുകയും കൃഷിക്കാരായി നാടിനെ തീറ്റിപ്പോറ്റുകയും ചെയ്ത മഹത്തായ ഒരു സംസ്കാരമുള്ളവരാണ് നായർ സമുദായം. പക്ഷേ ഇന്ന് കൃഷി ചെയ്യാൻ ഭൂമിയില്ല, അതിനുള്ള അവസരങ്ങളില്ല. ആ നിലയിൽ കാർഷിക രംഗത്ത് നിന്ന് പിൻവലിയുകയും വിദ്യാഭ്യാസത്തിലൂടെ മറ്റ് തൊഴിലുകളിലേക്ക് കടന്നു പോവുകയും ചെയ്യും. കാർഷിക മേഖലയിൽ ഇന്ന് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഈ രംഗത്തുള്ളൂ. ഇവിടെ കരയോഗം പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ സമയത്ത് 5 വാഴ വിത്തുകൾ വീതം വിതരണം ചെയ്താൽ അടുത്ത ഓണക്കാലത്ത് ഓരോ കുടുംബത്തിലേക്കും ആവശ്യമായിട്ടുള്ള വാഴക്കുലകൾ ഉണ്ടാകും എന്നുള്ളത് മാത്രമല്ല, അത് നൽകുന്ന കരയോഗത്തിന് കാണിക്കയായി ഒരു കൊല ലഭിക്കുമ്പോൾ അത് അടുത്ത ഒരു കാർഷിക മേളയായിട്ട് മാറ്റുക എന്നുള്ള സങ്കല്പവും കൂടി കരയോഗ ഭാരവാഹികൾക്കുണ്ട്. കേരളത്തിലെ നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തിൽ നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ വളരെ കുറവാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറികൾ വിഷലിപ്തമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് കേരളത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായി കൃഷിയും അവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി മറ്റ് രീതിയിൽ കൃഷി ചെയ്യുന്നു എന്ന് പത്രവാർത്തകളൊക്കെ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ജൈവ കൃഷിയെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ ഉള്ള ചെറിയ തുണ്ട് സ്ഥലങ്ങളിൽ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ കൃഷി ചെയ്യാൻ സാധിക്കുകയും ചെയ്താൽ ഏറ്റവും ശുദ്ധമായ രീതിയിലുള്ള ഭക്ഷണം നമുക്ക് ലഭിക്കും. നവീകരിച്ച വനിതാ സമാജം ഓഫീസിന്റെ ഉദ്ഘാടനം വനിതാ യൂണിയൻ പ്രസിഡന്റ് പുഷ്പവല്ലി രാജൻ നിർവഹിച്ചു. PN ഗോപിനാഥ കൈമൾ, SN ശ്രീകാന്ത്, S അനിൽകുമാർ, പ്രസീത സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ 2 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാരുടെ ഒഴിവുണ്ട്. വാക്കിൻ ഇന്റർവ്യൂ ഒക്ടോബർ 10 രാവിലെ 10:30. BCA അല്ലെങ്കിൽ PGDCA ആണ് യോഗ്യത. മാസവേതനം 10,000 രൂപ. നിയമന കാലാവധി 8 മാസവുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധികൃതരുടെ പീഡനത്തിനെതിരെ ടിപ്പർ JCBകൾ പണിമുടക്കി. പുതിയ മാർക്കറ്റ് നിർമ്മാണം വ്യാപാരികളെ ഒഴിപ്പിക്കുന്നതിനെതിരെ SDPI മാർച്ച് നടത്തി.
ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറി ഗാന്ധി ജയന്തി വാരം ആഘോഷിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.